കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ഗൂഢാലോചന നടന്നിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ. കുറ്റ്യാട്ടൂർ സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ ഗംഗാധരൻ നവീൻ ബാബുവിനെതിരെ വിജിലൻസിൽ പരാതി നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. 2024 സെപ്റ്റംബർ 4-ന് 6 പേജുള്ള പരാതി വിജിലൻസിന് നൽകി എന്നായിരുന്നു ഗംഗാധരന്റെ വെളിപ്പെടുത്തൽ. ഗംഗാധരനിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയും ആരോപിച്ചിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ഗൂഢാലോചന നടന്നിരുന്നു എന്നതിനിങ്ങനെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ. നവീൻ ബാബുവിനെതിരെ കൃത്യമായ ഗൂഢാലോചനകൾ നടന്നിരുന്നു എന്ന വിവരാവകാശ രേഖയുടെ പകർപ്പാണ് ഇപ്പോൾ ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് കുളർത്തൂർ ജയസിംഗ് നൽകിയ അപേക്ഷയിലാണ് ഇപ്പോൾ കണ്ണൂർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ യൂണിറ്റിന്റെ ഒരു മറുപടി കൃത്യമായി ലഭിച്ചിരുന്നത്. അതായത് ഈ PP ദിവ്യ തന്റെ ജാമ്യാപേക്ഷയിൽ ഈ ഗംഗാധരൻ എന്ന് പറയുന്ന കണ്ണൂർ കുറ്റ്യാട്ടൂർ സ്വദേശിയായിട്ടുള്ള ഗംഗാധരൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നു എന്നൊരു ആരോപണം PP ദിവ്യ ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്ന് ഗംഗാധരൻ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയ മറുപടിയിലാണ് PP ദിവ്യ ആരോപിച്ചതുപോലെ ഈ നവീൻ ബാബു തന്നോട് കൈക്കൂലി വാങ്ങി എന്നത് അസത്യമാണ്. അത്തരത്തിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിരുന്നില്ല. എന്നാൽ തന്റെ പ്രദേശത്ത് മണ്ണിട്ട് നികത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ പൊതുജനങ്ങൾ നൽകിയ പരാതിയിന്മേൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ പ്രഖ്യാപിച്ചിരുന്നു. ആ സ്റ്റോപ്പ് മെമ്മോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടണമെന്നും സ്റ്റോപ്പ് മെമ്മോ നീക്കി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിനെ ഗംഗാധരൻ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് നവീൻ ബാബുവിൽ നിന്ന് ശരിയായ രീതിയിലുള്ള ഇടപെടലല്ല, പെരുമാറ്റമല്ല ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഈ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. 6 പേജുള്ള പരാതിയാണ് നൽകിയത് എന്നാണ് അന്ന് ഗംഗാധരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. പക്ഷേ വിവരാവകാശ രേഖ പ്രകാരം വിജിലൻസ് കണ്ണൂർ യൂണിറ്റിൽ അന്വേഷിക്കുന്ന സമയത്താണ് നവീൻ ബാബുവിനെതിരെ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്നും നവീൻ ബാബുവിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നുമുള്ള വിവരാവകാശ മറുപടി ലഭിച്ചിട്ടുള്ളത്. നേരത്തെ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നും വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നും റവന്യൂ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നൊക്കെ നവീൻ ബാബുവിനെതിരെ യാതൊരു തരത്തിലുള്ള പരാതിയും ലഭിച്ചിട്ടില്ല എന്ന വിവരാവകാശ മറുപടി തന്നെ ലഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം PP ദിവ്യയെ പ്രതി ചേർത്തുകൊണ്ടുള്ള പോലീസിന്റെ കുറ്റപത്രത്തിന്റെ പ്രസക്തി വ്യക്തമാവുന്നത്. അതായത് അതിൽ കുറ്റപത്രത്തിൽ പറയുന്നത് PP ദിവ്യ കൃത്യമായ ഗൂഢാലോചനയോടെയും ആസൂത്രണത്തോടെയും വന്നതുകൊണ്ട് അതിൽ മറന്നൊന്നാണ് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ്. PP ദിവ്യ നവീൻ ബാബുവിനെതിരെ ആരോപിച്ചിരുന്ന ഒരു കാര്യങ്ങൾ പോലും ശരിയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിനു ശേഷവും നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് PP ദിവ്യയിൽ നിന്ന് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഗംഗാധരൻ നിന്ന് പോലും PP ദിവ്യ കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ഗംഗാധരൻ ഒരു പരാതി പോലും നൽകിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഓരോ ദിവസവും നവീൻ ബാബു സത്യസന്ധനാണ് എന്ന തരത്തിലുള്ള ഡോക്യുമെന്റ്, സർക്കാരിന്റെ ഡോക്യുമെന്റ് തന്നെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് PP ദിവ്യക്ക് എന്ത് തരത്തിലുള്ള വ്യക്തിവിരോധമാണ് നവീൻ ബാബുവിനോട് ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യം പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. രോഹിണി. അതെ, തീർച്ചയായും. ശരി, ഗോകുൽ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.